ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്ത ആന്റി നാർക്കോട്ടിക് സ്റ്റുഡന്റ് കേഡറ്റ്സുകളാണ് നിങ്ങൾ. പോലീസ് നിങ്ങളെ ഒരു മിഷൻ ഏൽപ്പിക്കുകയാണ്, ഡ്രഗ് ഫ്രീ കേരള. ഐ തിങ്ക് യു ഗൈസ് ക്യാൻ ഡു ഇറ്റ് വെൽ. ഇനി എനിക്കറിയേണ്ടത് ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ വീടുകളിൽ ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് രഹസ്യമായി പാസ് ചെയ്യണം. ഓക്കെ? വിൽ യു? ഷുവർ മാം. രമണി മാം, ആരായാലും ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു. യെസ് മാം. ഹലോ, ഞാൻ മാഡം, ഞാൻ കലാക്ഷേത്ര വാസുകിയാണ്. നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ ഡൊമസ്റ്റിക് വറീസും വയലൻസും ഒക്കെ ആരോടും തുറന്നു പറയാതെ ഒളിപ്പിച്ചു വെക്കാനാണ് ഇഷ്ടം. കംപ്ലയിൻസ് ഇനിയെങ്കിലും നാവിനടിയിലിട്ട് അലിയിച്ചു കളയരുത്. പ്രതികരിക്കണം, റിയാക്ട് ചെയ്യണം. എന്നെ ഒരു സഹോദരിയായോ ഒരു ഫ്രണ്ടായോ കണ്ടാൽ മതി. താങ്കൾ പ്രശ്നം പറയൂ, ഇതാരും അറിയാതെ ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ഐ അഗ്രി. ഓപ്പൺ അപ്പ് യുവർ മൈൻഡ്. കംപ്ലയിൻസ് പറയേണ്ട സമയത്ത് പറയേണ്ട ആളോട് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. മാഡം, ഇവിടെ ചിലരെന്നെ ശല്യം ചെയ്യുന്നുണ്ട്. Who's that? മടിക്കാതെ പറയൂ. Speak up. You're not alone, Vasuki. Come on, Vasuki, tell me. അവര് രണ്ടുപേരുണ്ട്. ഈ സുരയുടെ ഓരോ തമാശകളാ. സുര വെയിറ്റ് ചെയ്യണ്ട, വേഗം ചെല്ല്. സുരയുടെ നെയ്മീൻ ചേച്ചിയുടെ ചട്ടിക്ക് നല്ല പാവാ, ഇവിടെ പൊരിച്ചു തിന്നി. ഒന്ന് പോടും. ഞാൻ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഈ പഠനം കിട്ടണില്ല. ഈ മീൻ പെടക്കണ പെട കണ്ട, ഇത് കണ്ടിട്ട് ചേച്ചിയുടെ വായിൽ വെള്ളം വരണ്ടല്ലേ. ഇതിൽ വലിയ പെടക്കണ മീൻ കാണണമെങ്കിൽ രാത്രി ലൂയിസേട്ടൻ കൊണ്ടുവരണം അല്ലേ. ലൂയിസേട്ടൻ കൊണ്ടുവരുന്ന മീൻ പെടക്കുവോ? പക്ഷെ സുരയുടെ മീനുണ്ടല്ലോ നല്ല പെടക്കും. ഇതിനെ കണ്ട ആർക്കാ പെടക്കാത്തത്? മറ്റുള്ളവർക്കൊന്നും കംപ്ലൈന്റ് ഇല്ലേ? സൂര്യൻ്റെ ശിവുവിൻ്റെ സംസാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വെറും തമാശകളാണ് മാഡം. എനിക്ക് മാത്രം അത്. ഷിബു അവനാരാ? ഷിബുവിന്റെ മുഴുത്താപ്പിൾ വായിലിട്ടാൽ അലിഞ്ഞു പോവും. ചേച്ചി പൂളിയാ ചോര തെറിക്കുന്ന ആപ്പിൾ കണ്ടിട്ട് ചേച്ചി ഇതുപോലെ കടിച്ച് പറിക്കാൻ തോന്നുന്നു. ചേച്ചി വാങ്ങുവാസി ചേച്ചി. ക്ഷേമേടത്തെയൊക്കെ സ്ഥിരം തിന്നണമല്ലേ. നല്ല തുടുതുടുത്ത ചോര വന്ന മറിയാൻ ഷക്കീല നമിത ആപ്പിൾ. ഷിബുവിന്റെ ആപ്പിൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോ ചേച്ചി. ഭക്ഷണത്തിനും വീട്ടമ്മമാരോടായ അതൊക്കെ അവർ സഹിച്ചേക്കുമെന്ന് അവർക്കറിയാം. എന്നും അവന്മാർ അങ്ങനെ തന്നെയാ. ആര് ചോദിക്കാൻ? വീട്ടിൽ പുരുഷന്മാരോട് പറഞ്ഞാൽ തിരുളി യുദ്ധം നടക്കും. ഒടുക്ക അതിൻ്റെ പഴിയും ഞങ്ങൾ തന്നെ കേൾക്കണം. അനുഭവിക്കുന്നവർക്കൊഴികെ മറ്റാർക്കതൊരു വലിയ കാര്യമല്ലല്ലോ. നിങ്ങൾ ഒരിക്കൽ പോലും റിയാക്ട് ചെയ്തില്ലേ? ഈ സിറ്റിയിൽ ഞങ്ങൾ ഒട്ടും സേഫ് അല്ല മാഡം. ഇവിടെ ഞങ്ങൾ വീട്ടമ്മമാർ കണ്ണും കാതും തുറന്നു പിടിച്ച് ജീവിക്കണം. എന്നാലേ ഇവന്മാരുടെയൊക്കെ വഷളത്തരം തിരിച്ചറിയാൻ പറ്റും. ഗ്യാസിൻ്റെയും പച്ചക്കറിയുടെയും വില മാത്രമല്ല, ഇതൊക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് മാഡം. ഞങ്ങൾ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇവിടെ ആരുമില്ല. I will take care of it. Don't worry, Vasuki. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു സ്ത്രീ ഇൻസൾട്ട് ചെയ്യപ്പെടാൻ പാടില്ല. റാസ്കൽസ്. ഇവന്റെയൊക്കെ വഴിവാണിപ്പം ഞാൻ ഇതോടെ തീർത്തേക്കാം. താങ്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൂളായിട്ടിരിക്കും. രമണി, SI ബാവയുടെ ജീപ്പുമായിട്ട് ഇറങ്ങാൻ പറയും. സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഞാനവനൊന്ന് നോട്ടോട്ടായിരുന്നു. എന്റെ സാറാ ഷിബുനെ പോലീസ് അടിച്ച് പഞ്ചറാക്കി വണ്ടിയിലിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ആപ്പിളാന്ന് പറഞ്ഞവൻ തന്നില്ലേ, അത് മെഴുകു പറ്റിയല്ലായിരുന്നോ? വാക്സ്. അവനെ ഏത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കണം? സാറും കൂടെ വിളിക്കണേ. ഞാൻ ആ ജില്ലാ സെക്രട്ടറി വിളിച്ചു നോക്കണേ. ചിലപ്പോ അവനെ ഇപ്പൊ ഇറക്കാം. സാറിന് വേറെ പണിയൊന്നുമില്ലേ? അവനെയൊക്കെ ഉണ്ടല്ല, ഇടിച്ചിട്ടുണ്ടല്ല, കൊരച്ചിട്ടുണ്ടല്ല, ചാകണം. ശരിയാണ്, ചതിക്ക് ഏറ്റവും നല്ല ശിക്ഷ ഇടിയാണെന്ന് ചെകുവര പറഞ്ഞിട്ടുണ്ട്. ആരാണെന്നാ എടാ വന്നി വല്ലപ്പോഴൊക്കെ ബൈബിളൊക്കെ വായിക്കി. എടാ നിനക്കൊക്കെ നാണമില്ലേ നസ്രാണിയാന്നും പറഞ്ഞു നടക്കാം. ആദ്യം പുണ്യാളിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അത് തന്നെ. പൂർണിമ റാവു വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന് കേട്ടിട്ടുണ്ടോ? ഭർത്താവിന് സ്ലോ പോയിസൺ കൊടുത്ത് തട്ടിക്കളഞ്ഞ ഭാര്യയുടെ കേസാ.
ഭർത്താവിനെ കൊല്ലാൻ ഉപയോഗിച്ച പോയിസൺ എന്താണെന്നറിയോ? മാരക വിഷം തളിച്ച് നട്ടു വളർത്തിയ പച്ചക്കറിയിൽ നിന്നുണ്ടാക്കിയ സാമ്പാർ, വേപ്പലക്കട്ടി, ചീരത്തോരൻ. ഇതൊക്കെ കഴിച്ചവൻ തട്ടിപ്പോവും. വിളമ്പേൻ്റെ പേര് കേസുണ്ടാവില്ല. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ സുരയുടെ കയ്യിൽ നിന്ന് ഒരു 1/2 കിലോ ആകോല് വാങ്ങിച്ച് ഒരു 10-15 വറ്റൽമുളകും ഇച്ചിരി ഉപ്പും ചേർത്ത് അരച്ച് ഒരു തോടെ മാട്ടിയ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ 2 അരിയുടെ ചെമ്പാവരി ചോറ് ഞാൻ ഇരുന്ന ഇരിപ്പി കൊണ്ടും പുരിഞ്ചിതാ. ഇന്നാ മീൻകാരൻ വന്നില്ല. ചിക്കൻ ബോക്സ് വന്നിട്ടും സുനാമി വന്നിട്ടും മുടങ്ങാത്തവനാണല്ലോ അവന്. എന്ത് പറ്റി? വായയുടെ ചവർപ്പറം ഫ്രൂട്ട്സ് വല്ലതും ഉണ്ടോ? ആ ഷിബുനെ പോലീസ് കൊണ്ടുപോയി. ആ ശരിയാ, പഴക്കടക്കാരനെ പോലീസ് കൊണ്ടുപോയി, മീൻകാരനെ കാണാനുമില്ല. ഈ രാജ്യത്തിന് ഭരണമില്ല. എന്തൊരു കൊള്ളരുതായ്മ ഇത്. അല്ലെങ്കിൽ തന്നെ ആപ്പിളിലൊക്കെ വാക്സ് വെച്ച് വിറ്റാൽ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ആപ്പിൾ വല്ല മുറിച്ച് പീസാക്കണം. ഇന്നാകെ പണിമുടക്കൊന്ന് തോന്നി. ഈ മീൻകാരൻ സുരീത് എവിടെ പോയി കിടക്കാം? എത്ര നേരമായി? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ സെക്രട്ടറി, നമ്മുടെ മീൻകാരൻ സൂര്യ കാണുന്നില്ലല്ലോ. ഇന്നലെ 2-3 ഇറ്റാലിയൻ നാവികർ കടലിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവന്മാര് വെടിവെച്ച് കളിച്ചപ്പോഴാ മറ്റേ തട്ടി പോയിട്ടുണ്ടാവും. ശേഷിമാര് സൂര്യയുടെ അമോണിയം ചാളൊക്കെ അഡിക്റ്റ് ആയിപ്പോയി കാണും അല്ലേ? തമാശയാ. ഹലോ മാഡം. ഐ എം ഓൾവേസ് വിത്ത് വുമൻ. വാസുകിയുടെ പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഷിബു ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. സോ യു ജസ്റ്റ് റിലാക്സ്. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഹസ്ബൻഡ് ആളൊരു കൂൾ ക്യാറ്റ് ആണല്ലേ? അല്ല, നടന്നതൊക്കെ അറിഞ്ഞാൽ ലൂയിസ് അവരെ കൊല്ലും. അപ്പോൾ അവരെ കൊല്ലാൻ മാത്രം എന്താണ് സംഭവിച്ചത്? അത് വാസുകി, ഞാനൊരു പോലീസ് ഓഫീസറാണ്. നിങ്ങളുടെ ശരിക്കുള്ള പ്രോബ്ലം നിങ്ങൾ ഇപ്പോഴും എന്നോട് ഷെയർ ചെയ്തിട്ടില്ല. എന്നോട് ഉള്ളു തുറക്കാൻ മനസ്സില്ലാത്ത ഒരാളും ഈ സമയത്ത് ഈ നമ്പറിൽ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോറി മാഡം. ഞാൻ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് തുറന്നു പറയണം. ഒരു നല്ല ഫ്രണ്ടിനെ പോലെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. സംഭവിച്ചത് എന്താണെന്ന് പറയൂ. പറഞ്ഞോളൂ വാസുകി. ഞാൻ ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ ഭാര്യയാണ്. സംഭവിച്ചത് IPC 376. What do you say? വാസുകി, I'm a victim of